പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രോസ് റോഡ് എന്ന് പറയുന്ന മാൽഡീവ്സിലെ ഒരു ഐലൻഡിലേക്ക് നമ്മളൊരു വിസിറ്റ് നടത്തുവാണ്. അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. സോ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ്. ഇവിടെ നിന്ന് അരമണിക്കൂർ കൊണ്ട് നമ്മളെത്തും. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ബോട്ട് മിസ്സായി. ഞങ്ങൾ രണ്ടാമത്തെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ ആരംഭിക്കുന്നു. ഇറ്റ്സ് us, ഗ്ലേഷ. മാലേ സിറ്റിയിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ദ്വീപാട്ടോ ക്രോസ് റോഡ്. അങ്ങോട്ടേക്ക് പോകാനും വരാനും ഫെറി സർവീസ് ഫ്രീ ആട്ടോ. നമ്മൾ ക്രോസ് റോഡ്സിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ ബോട്ട് വന്നിറങ്ങിയത് ഏകദേശം ഈ ഒരു സ്ഥലത്താട്ടോ. അവിടെ ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ട് നടന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വരുവാണ്. നമ്മളിവിടെ വന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എല്ലാവരും ക്യൂ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ മഴീന എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ബോർഡും കാണാം കേട്ടോ ഇവിടെ. അതായത് നമ്മൾ ഇവിടെ പിന്നെ ആ ബുക്ക് ചെയ്ത ഇത് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ആ സാധനം കാണിക്കണം അല്ലേ? ആ സാധനം കാണിക്കണം, അത്യാവശ്യമാണ്. വിസിറ്റേഴ്സ് അറിവിൽ ഇങ്ങോട്ടും സ്റ്റാഫ് അറിവിൽ ഇങ്ങോട്ടും, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്കിനെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനും പോകാനും ഉള്ള ഫെറി സൗകര്യം ഫ്രീ ആണ്. പക്ഷേ ഇവരുടെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ പെർ ഹെഡ് $20 നമ്മൾ ചിലവാക്കണം. എന്നിട്ട് പോരാൻ നേരത്ത് അതിൻ്റെ ബില്ലും കാണിക്കണം. ക്രോസ് റോഡിൻ്റെ ഒരു മാപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അത് റൗണ്ടിൽ കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. മാൽഡീവ്സിൻ്റെ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ സർക്കാർ ഒരു ആശയം പുതുതായിട്ട് കൊണ്ടുവന്നൊരു സാധനം. ഈ സാധനം എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനമാണ്. ക്രോസ് റോഡ്സിലേക്കുള്ള നമ്മുടെ വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും ഇവിടെ ദിവസങ്ങളോളം നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഫോറിനേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുമോ. സ്നോർക്കലിംഗ് ചെയ്യാം, ഡൈവിംഗ് ചെയ്യാം തുടങ്ങിയ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒന്ന് ചില്ലാകേണ്ടവർക്ക് ചില്ലുക. പണ്ട് നാട്ടിൽ വെട്ടിക്കളഞ്ഞിരുന്ന ചെടികളൊക്കെയാണ് ഇപ്പൊ വന്നേക്കണം. അതെ അതെ, സത്യം. ഇതിനെന്താ പറഞ്ഞേ? ഇതിന് പറയണ ഈ ഗ്ലാസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് എന്നാന്നറിയോ? അതാ ഇത് ഞാൻ മമ്മൂട്ടിക്ക് എനിക്കേ ഉള്ളൂ. എടുത്തോട്ട് വന്നു ഞാൻ മേടിച്ചത്. ഇതിപ്പോ അവിടെ കിട്ടുമായിരുന്നു, ഞാൻ അവിടെ മേടിച്ചു. ഇതാണ് അതിന്റെ ഓണർ. ക്രോസ് റോഡിൽ വൺ ഡേ ട്രിപ്പിന് വരുന്നവർക്ക് ഒരു പൂൾ ആക്സസും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ചില്ലൊക്കെ ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്ഥലം ഇവിടെ ബീച്ച് ക്ലബ്ബ് എന്ന് പറയുന്നിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നീ ഇപ്പം പറഞ്ഞു പറ. ഈ ഞാൻ ഡോളർ ഉണ്ടാക്കുന്നത് കുറച്ച് സമയം വേണ്ടി വേർപ്പാണ് എന്റെ ഉപ്പ്. ഡോളറിലാണോ സാലറി കിട്ടാറുണ്ട്? ഞാൻ പറഞ്ഞ ഒരു കാര്യം വിശ്വസിച്ച് ഒരേ ഒരാൾ. ബഹുസ്വരതയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ക്രോസ് റോഡിൽ വന്നിരിക്കും. ശരിയാ, നമുക്ക് എല്ലാവർക്കും പോവാല്ലോ. അപ്പൊ നമുക്ക് പോവാം. ഇത് ഇവിടുത്തെ സെന്റർ, ഭൂമിയുടെ സെന്റർ. അത് സമയമേ നീ ഒഴുകി നിന്നാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ. ഇത് നമ്മുടെ രാമോജി ഫിലിം സിറ്റി പോലെ ഉണ്ടല്ലോ. തായ്ലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ ഓണർഷിപ്പിൽ വരുന്ന കേട്ടോ ക്രോസ് റോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഐലൻഡ്. മാലേ സിറ്റിയിൽ നിന്ന് ഒരു 15 മിനിറ്റ് ലോഞ്ചിനേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്.
ഇതൊരു സലോണാട്ടോ. ഇതുപോലുള്ള കടകളും പിന്നെ ഇതുപോലെ ചെറിയ ഡ്രസ്സിൻ്റെ കടകളും റെസ്റ്റോറൻറ്റും 3 വലിയ റിസോർട്ടുകളും ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് ദ്വീപാട്ടോ ഇത്. 2019 ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇവിടെ വലിയ ചെസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വലിയ ചെസ് കളിക്കാൻ തീരുമാനിച്ചു. പക്ഷെ കളി അറിയാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ കളി പാതിക്ക് വെച്ച് നിർത്തി ഞങ്ങൾ തിരിച്ചു പോരുന്നു. ഹലോ മറന്നോ, ഓടി വരുന്നുണ്ട്. ഈ വണ്ടിയിലിരുന്ന് റീലെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട് തോറ്റു തുന്നമ്പാടി പോയ സീനാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒരു മരത്തിൻ്റെ അടിയിൽ വന്നിരിക്കുക. നല്ല തണലും നല്ല അടിപൊളിയും അല്ലേ ചോദിച്ചോട്ടി? യെസ്, നല്ല തണുപ്പ്. മെയിനായിട്ട് പ്രകൃതി തന്ന സാധനം. ഇവിടെ ആരും നേച്ചർ ബ്യൂട്ടി. ഇവിടെ നമുക്ക് എഴുതിയിടാം കേട്ടോ. ഇത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ കുറെ പേര് ആരോടൊക്കെ എഴുതി, നമ്മുടെ നാട്ടിലത്തെ പാറയിലൊക്കെ എഴുതിയിരുന്ന സെറ്റപ്പിൽ ഇവിടെ ഇതിങ്ങനെ എഴുതിയിടാൻ വേണ്ടി തൂക്കിയിട്ടിട്ടുണ്ട്. സുഭാഷേ, ഞങ്ങൾ കോതമംഗലം ബോയ്സ് നിന്ന് എഴുതാൻ പോവാം. എവിടെ നിന്ന് എഴുതാം? പേന അറിയില്ല. മേടിക്കണം. പെയ്ഡാണ്. പെയ്ഡാണോ ഇത്? ടാഗ് ചെയ്യണ പെയ്ഡ. ഓ പെയ്ഡാ. അപ്പൊ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നല്ല പൈസ കുഞ്ഞിപ്പുഴ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴ. അവര് റീലെടുക്കാനുള്ളതിന്റെ തത്രപ്പാടിലാണ്. നമ്മളെ കൂട്ടിയില്ലല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വിളിച്ചില്ല, അത് മോശമായി പോയി. ഒന്ന് വിളിക്കായിരുന്നു കാര്യം പറഞ്ഞ. എന്നിട്ട് നമ്മൾ റിജക്ട് ചെയ്യണം. ഓ വെള്ളം കുറച്ച് ഫോട്ടോ എടുത്തത് എനിക്കറിയാന്ന്. ഇത് ശരിക്കും മാൽദീവ്സ് ആണ്. ഇവിടെ മാട്രിമോണിയിൽ ഇടാൻ വേണ്ടിട്ട് ഫോട്ടോ ഞാൻ പറയും, ഞാൻ എല്ലാം പറയും. കല്യാണ പരസ്യം അതാണ് ഇവിടെ നടക്കുന്നത്. ഫോട്ടോഗ്രാഫർ രാജ് ബാബു. ഇവിടുത്തെ ബ്യൂട്ടി കണ്ടോ? ഇതെന്ത് രസമല്ലേ കാണാൻ കുഞ്ഞ്. അതെ, ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് അവിടെ ചെറിയൊരു നടപ്പാത വെള്ളത്തിൻ്റെ മേലുകൂടെ. അതേ സൈക്കിളുമായിട്ട് പോകണം. ഞങ്ങൾ ചെന്നത് കറക്റ്റ് ഉച്ച 1 മണി സമയം. അതുകൊണ്ട് ഭയങ്കര വെയിൽ, നല്ല ചൂട്. ഈ കെട്ടിടം കണ്ടോ? ഇത് നമ്മുടെ കുമാർ സംഘക്കാരുടെ റെസ്റ്റോറൻ്റ് ആട്ടോ. പേര് മിനിസ്ട്രി ഓഫ് ക്രാബ് എന്നാണ്. അടിപൊളി രസം. എന്ത് രസമാണെന്ന് നോക്കിക്കേ. കുമാർ സംഘക്കാർക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സെറ്റ് കണ്ടോ, മിനിസ്ട്രി ഓഫ് ക്രാബ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ മിനിസ്ട്രി ഓഫ് ക്രാബിലേക്കുള്ള ഗസ്റ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി ആട്ടോ ഇത്. രസമുള്ളൊരു വണ്ടി. ചെക്ക് ഇൻ കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നു വരാൻ നേരത്തെ എൻഡ് ഓഫ് ദ റോഡിൽ നമുക്ക് ബീച്ച് ക്ലബ്ബ് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. യെസ്, ഓ നൈസ്. ബീച്ച് ക്ലബിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ. ഇവരുടെ ബീച്ച് ക്ലബിലെ വിസിറ്റേഴ്സ് പാക്കേജ് ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ ഫുൾ ഡേ പാക്കേജ് ഉണ്ട്, ഹാഫ് ഡേ പാക്കേജ് ഉണ്ട്, മീൽ പാക്കേജ് ഉണ്ട്, പിന്നെ ബീച്ച് ക്ലബിൻ്റെ എൻട്രൻസ് പാക്കേജ് ഉണ്ട്. നമ്മൾ എൻട്രൻസ് പാക്കേജ് ആട്ടോ എടുത്തത്. പിന്നെ മാൽദീവ്സിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ബീച്ച് ക്ലബ് എൻട്രൻസ് പാക്കേജിന് ഓഫറുണ്ട്. അവരുടെ വർക്ക് പെർമിറ്റ് കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ $25 എന്നുള്ളത് $15 ആവും. നമ്മുടെ ബെഡി ആണെങ്കിൽ അവന് കുറേ സ്ഥലം കിട്ടിയ സന്തോഷത്തിൽ അവൻ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് കളിക്കുമായിരുന്നേ. സ്റ്റാഫ് വന്നിട്ടുണ്ട്, പാക്കേജ് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പാക്കേജ് പറയാം. സർ 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 ഇങ്ങോട്ട് നോക്കി സർ സർ സർ. അത് ഫുള്ളും അവന് വേണമെന്ന് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അതെ, കയ്യിൽ കിട്ടി ഇവിടുത്തെ ബാഡ്ജ്. ഇനി ഞങ്ങൾ നേരെ കയറാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ച് ക്ലബിൻ്റെ ഉള്ളുവശം. ഭയങ്കര രസമാണ് കാണാൻ. ഞങ്ങൾ എത്തിയത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡ് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പൂൾ ആക്സസ് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൂളിൽ ഇറങ്ങി നന്നായിട്ട് ബെഡൊക്കെ ഇറങ്ങി നന്നായിട്ട് കളിച്ചു. ഞങ്ങളെല്ലാവരും ഒരു 1.5-2 മണിക്കൂറോളം പൂളിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ 4.5 മണിക്കൂറോളം നമ്മൾ ക്രോസ് റോഡിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി.